നിഹാലിന്റെ പിതാവ് ടെലിഫോൺ ലൈനിലുണ്ട് നമ്മൾക്കൊപ്പം. ഈ ഒരു കാര്യത്തിൽ വലിയൊരു അഭിമാനമാണ്, മലയാളികൾക്ക് മുഴുവനുള്ള അഭിമാനമാണ് നിഹാലിന്റെ ഈ ഒരു മത്സരം എന്നുള്ളത്. ഇനി അല്പം മണിക്കൂറുകൾ മാത്രമാണുള്ളത്. എന്താണ് പ്രതീക്ഷകളൊക്കെ ഉള്ളത്? നിഹാലിന്റെ തയ്യാറെടുപ്പുകളൊക്കെ എത്തരത്തിലായിരുന്നു? വലിയ ആത്മവിശ്വാസം തന്നെയാണോ ഈ അവസാന സമയമുള്ളത്? അതെ അതെ, ആത്മവിശ്വാസത്തോട് കൊടുത്തിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ പിന്നെ കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇന്ന് മാഗ്നസ് കാൾസനുമായിട്ടാണ് കളി വരുന്നത്. അപ്പോ 4 മത്സരങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ഇപ്പൊ ഇതൊരു തുടങ്ങിയത് 256ഓളം കളിക്കാർ തുടങ്ങിയതാണ്. ലാസ്റ്റ് ചാൻസ് ക്വാളിഫയർ ജയിച്ചിട്ടാണ് ഈ 16 പേരുള്ള മെയിൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ചെയ്തത്. അപ്പം അതിൽ ഇപ്പൊ 2 മത്സരങ്ങൾ ജയിച്ചിട്ടാണ് ഇപ്പൊ ലാസ്റ്റ് 8-ലെത്തിയിരിക്കുന്നത്. പിന്നെയുള്ള എല്ലാ മത്സരങ്ങളും കടുപ്പമേറിയതാണ്. അപ്പൊ ഏറ്റവും കടുപ്പമേറിയത് സ്വാഭാവികമായി ഇപ്പൊ ലോക നമ്പർ 1 ആയിട്ടുള്ള മാഗ്നസ് കാൾസനെതിരെ തന്നെയുള്ളതായിരിക്കും. എന്നാലും കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച് മികച്ച പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷകളൊക്കെ ഈ അവസാന സമയത്ത് എത്തരത്തിലാണ്? വലിയ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലും ഒക്കെയാണോ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉള്ളത്? അതെ അതെ. ഈ അവസാനപ്പെട്ട തയ്യാറെടുപ്പുകളൊക്കെ ഏത് രീതിയിലായിരുന്നു? അത് വലിയ നിർണായകമാകുമല്ലോ ഇനി അങ്ങോട്ടുള്ള നാളുകളിലും. ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരു വലിയ നിർണായകമാകുന്ന ഒരു മൊമെന്റ് കൂടി ആയിരിക്കുമല്ലോ. അതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് ഈ സമയത്ത്? ഈ സ്പോർട്സ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഈവന്റ് ആയിട്ട് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെസ് ഒരു സ്പെക്ടേറ്റർ സ്പോർട്സ് കൂടി ആയി മാറുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതിങ്ങനെ സമയ കൂടുതൽ കാരണവും ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമൊക്കെ ഇതിനെ ഒരു കാണികൾ അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന കുറച്ച് ഒരു ചെറിയ ഗ്രൂപ്പ് ആൾക്കാർ മാത്രമാണ് ഇത് കണ്ടറിഞ്ഞ് ആസ്വദിക്കുന്നത്. പക്ഷെ ഇതിന് ഈ കളിയിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ 10 മിനിറ്റ് മാത്രമേ കളി ഒരു സൈഡിനുള്ളൂ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞാലും ഈ എത്ര നല്ല പൊസിഷൻ ഉണ്ടെങ്കിലും കളിക്കാരൻ തോക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് 10 മിനിറ്റ് കഴിയുമോ എന്നുള്ളൊരു ഉദ്വേഗം എന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ അതുകൂടി ഇതിൽ ഫാക്ടർ ആവുന്നതുകൊണ്ട് അപ്പൊ അത്രയും സമയത്തിനുള്ളിൽ ഈ കളിക്കാർ, മികച്ച കളിക്കാർ തന്നെയാണ് കളിക്കുന്നത് എല്ലാവരും, അവരവരുടെ സ്കിൽസ് കൊണ്ട് തന്നെ ജയിക്കാനും പറ്റുള്ളൂ. സമയം മാത്രമല്ല ഫാക്ടർ, എന്നാലും അതും കൂടി ഒരു ഫാക്ടർ ആയതുകൊണ്ട് കാണികൾക്കും എന്തെങ്കിലും ഇതിലുണ്ട്. ഒന്നും മനസ്സിലാതെ ഇരുന്ന് കാണുന്ന ഒരാൾക്ക് പോലും ഇതിനകത്ത് ആ സമയം കഴിഞ്ഞ് അയാൾ തോറ്റു പോകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻക്രിമെന്റ് ഇല്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഒരു സാധാരണ ഒരു 3 നടത്തുമ്പോൾ ഏതാനും സെക്കൻഡുകൾ ആഡ് ചെയ്യാറുണ്ട്. ഇതിൽ ആ ഒരു ഇതും ഇല്ല. 10+0 ആണ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ ക്ലോക്ക് റൺ ഔട്ട് ആയി കഴിഞ്ഞാൽ കളി കഴിഞ്ഞു എന്നുള്ളതാണ് ആ പ്ലെയറെ സംബന്ധിച്ച്. ശരി, വളരെയധികം നന്ദി ശ്രീ സരേൻ. നിഹാലിന്റെ പിതാവാണ് ഈ സമയം നമുക്കൊപ്പം പ്രതികരിച്ചത്.